ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? പിന്നെ എല്ലാവരും ഓണക്കൂടിയൊക്കെ എടുത്തോ? എന്തായി? ഓണമൊക്കെ ഏതുവരെ എത്തി? ഇന്ന് ഉത്തരാടായില്ലേ? അപ്പം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാൻ പോയത് സീമാസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. മാക്സിലേക്ക് ആദ്യം പോയിട്ട് ഡ്രസ്സ് എടുത്തു. അതിന് ശേഷം സീമാസിലേക്ക് പോയിട്ട്, സീമാസിൽ നല്ല വില കുറവല്ലേ, അപ്പോൾ സീമാസിലേക്ക് പോയിട്ട് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡ്രസ്സുകൾ പകുതി വിലയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഡ്രസ്സുകൾ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുത്ത്, അപ്പോൾ 1000 രൂപയുടെ ഡ്രസ്സൊക്കെ 500. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളടുത്ത് നമ്മൾ ചോദിച്ചിട്ടാണ് കേട്ടോ ഈ സംഭവങ്ങൾ എടുക്കുന്നത്. ഇതിന് എത്ര രൂപ വരുന്നത്? അപ്പോൾ അവർ പറയേണ്ടത് പകുതി വില ചേച്ചി, പകുതി വില. അപ്പോൾ 1000 രൂപയുടെ പകുതി വരുമ്പോൾ 50% വരുമ്പോൾ 500 രൂപയല്ലേ വരിക. പിന്നെ അതുപോലെ 800 രൂപയുടെ ആണെങ്കിൽ 400 രൂപ, 2000 രൂപയുടെ ആണെങ്കിൽ 1000 രൂപ. അപ്പം അങ്ങനെയൊക്കെയല്ലേ വരിക. അപ്പോൾ അവരെല്ലാ ഏത് സ്റ്റാഫിനോട് ചോദിച്ചാലും അവർ പറയണ പകുതി വില എന്ന് പറയണത്. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത സംഭവങ്ങളൊക്കെ എടുത്ത് ബില്ലടിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പണി പാളി എന്നുള്ള സംഭവം മനസ്സിലായി. കാരണം വെച്ചാൽ 50% അല്ല ഗൈസ്, 5% നേർപകുതിയല്ല, 5% മാത്രമേ ഉള്ളൂ കുറവ്. അതായത് ഇപ്പോൾ നമ്മൾ 1000 രൂപയുടെ ഡ്രസ്സൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 990 രൂപയ്ക്കാണ് അങ്ങനെയൊക്കെ കിട്ടുള്ളൂ നമുക്ക്. അല്ലെങ്കിൽ 985 രൂപ, 975 രൂപ, അങ്ങനെ നിസ്സാര പൈസ ശതമാനത്തിന് കുറവുള്ളൂ. അപ്പോൾ നമ്മൾ ബില്ലടിച്ചിട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, അതെന്താ സംഭവം. നമ്മൾ ഓരോന്നെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ നമ്മൾ ഓൾറെഡി. കാരണം അത്ര രൂപയുടെ ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒക്കേറ്റിനും ഒരുപാട് വില വന്ന പോലെ തോന്നിയുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ചിലപ്പോൾ അധികം എടുത്ത കാരണം കൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ബില്ല് ചെക്ക് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് വിവരം മനസ്സിലായത് 5% കുറവുള്ളൂ കേട്ടോ. ചിലതിനുണ്ടാവുമായിരിക്കും വേണമെങ്കിൽ 50% നേർപകുതിയൊക്കെ. പക്ഷേ ഞങ്ങളവിടുത്തെ സ്റ്റാഫുകളുടെ അത് ചോദിച്ചിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അവർ പറയുന്നുണ്ട് ഇത്ര പകുതി പൈസ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചതിയല്ല അവർ നമ്മളെടുത്ത് ചെയ്തത്. അപ്പോൾ നോക്കിയപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലത് ഡാമേജുകളുണ്ടാവും, ബട്ടൺസ് പൊട്ടിയിട്ടുള്ളത്, അതുപോലെ വല്ല കളറൊക്കെ ആയിട്ടുള്ളത്, ചെറുതായിട്ട് കീറിയിട്ടുള്ള സ്റ്റിച്ച് വിട്ടിട്ടുള്ളത്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും ചില ഡ്രസ്സുകൾക്കൊക്കെ. അപ്പോൾ അതിനൊക്കെയാണ് ഇവർ 50% കുറവെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്തായാലും എടുക്കുക. സീമാസിലേക്ക് ഡ്രസ്സ് സീമാസിലേക്ക് ആരെങ്കിലുമൊക്കെ തൃശ്ശൂർ എന്നല്ല, സീമാസിലേക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ 50% നേർപകുതി വില എന്ന് വിചാരിച്ച് നമ്മൾ ചെന്നിട്ട് എടുത്ത് ബില്ലടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുപോലെ നമ്മൾ വീട്ടിൽ വന്നിട്ട് നമുക്ക് ഇത് പറ്റില്ല മാറ്റിക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. ബില്ലടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ നോക്കിയപ്പോൾ അവരെന്തിട്ട് ചെയ്യണം, നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് അവരുടെ അടുത്ത് ബില്ലടിക്കുമ്പോൾ നമ്മളൊപ്പം നിന്നിട്ട് അതിൻ്റെ എമൗണ്ട് എത്രയാണ് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട്. കാരണം നമുക്ക് അങ്ങനെ നോക്കാനും പറ്റില്ല, കാരണം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാനും പറ്റില്ല. പക്ഷെ എന്നാലും അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും ഒരേപോലെ പറയണട്ടാ, പകുതി വില എന്ന് പറയണട്ടാ. പകുതി വില അല്ല കേട്ടോ ഗൈസ്, 5% കേട്ടോ കുറവ്. ചില ഡ്രസ്സുകൾക്ക് പകുതി വില ഉള്ളൂ. പക്ഷേ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പകുതി വിലകൾ വരുന്ന ഡ്രസ്സുകളുണ്ടല്ലോ, അതായത് ഇപ്പോൾ 500 രൂപ 250 രൂപയ്ക്കുള്ള കിട്ടുന്ന ഡ്രസ്സുകളുടെ ഇടയിൽ കൊണ്ടുപോയിട്ട് ഈ 5% ഡ്രസ്സുകളിടും വെക്കും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് പകുതി വിലയാണല്ലോ എന്ന് വിചാരിച്ച് നമ്മളതിങ്ങനെ എടുത്തിട്ട് നമ്മളങ്ങനെ പോകും. പക്ഷെ നമുക്ക് ഡൗട്ട് തോന്നുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവരോട് ഒരുവിധമുള്ളവരൊക്കെ ചോദിക്കും ഇതിന് എത്ര വരുന്നതെന്ന് ചോദിച്ചിട്ട് തന്നെ എടുക്കുകയുള്ളൂ. കാരണം വെച്ചാൽ ഇതിനിപ്പോൾ 500 രൂപയാണ്, അപ്പോൾ ഇതിന് എത്ര രൂപ വരുമോ ചോദിക്കുമ്പോൾ അവർ പറയും 250 രൂപ അതിൻ്റെ പകുതി എന്ന് പറയും. പക്ഷേ ബില്ലിങ്ങിൻ്റെ അവിടെ വരുമ്പോഴാണ് ഇതിൻ്റെ ട്വിസ്റ്റ് വരുന്നത്. കാരണം വെച്ചാൽ 5% മാത്രമാണ് കുറവുള്ളൂ കേട്ടോ ചില ഡ്രസ്സുകൾക്ക്. ഞങ്ങൾക്ക് അപ്പോൾ ചെറുതായിട്ട് പണി കിട്ടിയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഇത്രയും വില വരുന്നുണ്ട് വെച്ചെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല കടയിൽ പോയിട്ട് നല്ലത് നോക്കിയിട്ട് എടുത്താൽ മതിയായിരുന്നു.
പക്ഷേ ഞങ്ങൾ മാക്സിൽ പോയിട്ട് ഒരുവിധം ഒരുവിധം കുഴപ്പമില്ലാത്തൊക്കെ എടുത്തിട്ട് വന്നു. എന്നാലും ഇത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നോക്കിയിട്ട് പോയിട്ട് എടുത്തതാണ്. കുറവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് പണി കിട്ടി ഗൈസ്. പിന്നെ വെച്ചാൽ അറിയില്ല അവിടെ ഇങ്ങനെയാണ്. എന്നിട്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാരണം വെച്ചാൽ മാറ്റിയിട്ട് ഒന്നുകൂടിയും ഈ പൈസക്കുള്ള തന്നെ വേറെ നല്ലത് നമുക്ക് കിട്ടുമല്ലോ. കാരണം 1000 രൂപയുടെ എന്നൊക്കെ നല്ല കടയിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് നല്ലത് പോയിട്ട് എടുത്തൂടെ. 1000 രൂപയുടെ ഡ്രസ്സ് 1500 രൂപയുടെ ഒക്കെ വരുമ്പോൾ നല്ലത് പോയിട്ട് എടുത്തൂടെ. ഇവർ ഈ പകുതി വിലയുടെ ഇടയിലിട്ടിട്ട് 750 രൂപ എന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ 500 രൂപ വിചാരിച്ച് നമ്മൾ വാങ്ങിച്ചിട്ട് വരുന്നത് ശരിക്കും 990 രൂപ അല്ലെങ്കിൽ 890 രൂപ 950 രൂപ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ സീമാ സിൽക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറയാണ്. കാരണം വെച്ചാൽ ശ്രദ്ധിച്ചില്ല വെച്ചെങ്കിൽ അല്ല, ഇപ്പോൾ കുഴപ്പമില്ലാത്തവരുണ്ടാവും കേട്ടോ. കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അത്ര കുഴപ്പമില്ലാത്തവരുണ്ടാവും. പക്ഷേ എന്നാലും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. എനിക്കെന്തായാലും ഭയങ്കര വിഷമമായിട്ട് ഞാൻ ആ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം വെച്ചാൽ നല്ല കടയിൽ പോയിട്ട് നല്ലത് നോക്കിയിട്ട് എടുത്താൽ മതിയായിരുന്നു. എന്തിനാ അപ്പോൾ അവിടെ പോയി എന്നിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ വിഷമമായിപ്പോയി. അങ്ങനെ പിന്നെ ഓണം ഒന്ന് ഉത്രാടായി, നാളെ ഓണമായി. എല്ലാവരും ഓണം ആഘോഷിക്കുന്നുണ്ടാവും. എന്നാലും ചിലരൊക്കെ വലിയ വിഷമങ്ങളിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാലും എല്ലാവർക്കും ഓണം ആശംസിക്കുകയാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് വലിയ ആഘോഷങ്ങളുള്ള ഓണമൊന്നുമല്ല കേട്ടോ. വലിയ എന്നാലും മുന്നിലുള്ളതല്ലേ. അപ്പോൾ അവർക്ക് ഡ്രസ്സും കാര്യങ്ങളും, എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. ഓണസദ്യ കഴിക്കണം. വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം വെച്ചാൽ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല. ചെറിയ രീതിയിൽ ഉള്ളൊരു ഓണാഘോഷം മാത്രം. അങ്ങനെ പിന്നെന്തുട്ടാ വിശേഷം? അപ്പോൾ എല്ലാവരും സീമാ സിൽക്ക് എന്നല്ല, എല്ലാവരും കുറവ് എന്ന് പറയുമ്പോൾ എല്ലാവരും പോവും. പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയുള്ളൂ എത്ര രൂപയ്ക്ക് തന്നെയാണ് അവർ തരുന്നതെന്നുള്ള വിവരം. അപ്പോൾ അങ്ങനെ ഗൈസ്. പിന്നെന്തൊരു വിശേഷം? പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ടുട്ടു ഇവിടെ കിടക്കുന്നുണ്ട്. ടുട്ടു ഭയങ്കര വിഷമത്തിൽ കിടക്കുകയാണ്. ടുട്ടു വിഷമിക്കണതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. അതായത് ടുട്ടുവിൻ്റെ അച്ഛൻ പറമ്പിലേക്ക് പോയിരിക്കുകയാണ്, വണ്ടി എടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് ടുട്ടു ഇപ്പോൾ ഈ കിടക്കുന്നത്. ഞാൻ അച്ഛൻ വരുന്ന വരെ ടുട്ടു ഇങ്ങനെ ഒരേ കിടപ്പ് ഇങ്ങനെ കിടക്കും. ടുട്ടു ഇങ്ങനെ വഴി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കിടക്കും. അച്ഛൻ വരെ നോക്കിയിട്ട് കിടക്കും. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. പിന്നെന്തൊട്ടാ ഓണത്തിന് ഇപ്പോൾ ഞങ്ങൾക്കങ്ങനെ വലിയ കാര്യമുള്ള ഓണമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സിമ്പിളായിട്ട് ഓണക്കോടിയൊക്കെ ഇട്ട് സദ്യ കഴിച്ചാൽ ഞങ്ങളുടെ ഓണം കഴിഞ്ഞ അത്ര തന്നെ ഉള്ളൂ. പിന്നെ എവിടേക്കെങ്കിലും പോകേണ്ട വെച്ചാൽ എവിടേക്കും പോകണമെന്നില്ല, വീട്ടിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ പിന്നെ 2 ഓണത്തിൻ്റെ അന്ന് ഞങ്ങൾ കുന്നുകുളത്തേക്ക് പോവും. അത് ഞാൻ ആ വിശേഷം വഴിയെ പറഞ്ഞു തരാം. എന്തിനാണ് 2 ഓണത്തിൻ്റെ അന്ന് അങ്ങോട്ട് പോകണം, കുന്നുകുളത്തേക്ക് പോകണം എന്നുള്ളതൊക്കെ ഞങ്ങൾ 2 ഓണത്തിൻ്റെ അന്ന് പറഞ്ഞു തരാം. സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓണം കാര്യങ്ങളൊക്കെയാണ്. അടിച്ചു പൊളിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് അടിച്ചു പൊളിക്കുക. ഇന്നിപ്പോൾ പാലക്കാട് ആരോ ഇഡ്ഡലി മത്സരത്തിൽ തൊണ്ടയിൽ ഇഡ്ഡലി കുടുങ്ങിയിട്ടൊക്കെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആഘോഷങ്ങൾ കഴിഞ്ഞാലും വീട്ടിലുള്ളവർ ദുഃഖിക്കരുത്, വീട്ടുകാർ ദുഃഖിക്കരുത്. നമ്മുടെ ആഘോഷങ്ങൾ ഒരുപാടായി കഴിഞ്ഞാൽ പിന്നീടുള്ള ആഘോഷങ്ങൾക്ക് വീട്ടുകാർക്കുള്ള ദുഃഖങ്ങളായിരിക്കും. അപ്പോൾ ആഘോഷിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ആഘോഷിക്കുക എല്ലാവരും. അങ്ങനെ സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും. അപ്പോൾ ഞങ്ങളുടെ വക ഹാപ്പി ഓണം എല്ലാവരും, ഞങ്ങളുടെ ഫാമിലിയുടെയും എല്ലാവരും വക ഹാപ്പി ഓണം. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. ബൈ, സീ യു, താങ്ക് യു. അപ്പോൾ ടുട്ടുവിൻ്റെ വകയും ഒരു ഹാപ്പി ഓണം ഉണ്ട് കേട്ടോ. ടുട്ടു വിഷമിച്ചിട്ടിരിക്കുകയാണ്. എന്നാലും ടുട്ടുവിൻ്റെ വക ഒരു ഹാപ്പി ഓണം ഉണ്ട്. ടുട്ടുമണിയെ ഒന്നും ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ നോക്കണില്ല കേട്ടോ ഗൈസ്. അവൻ വിഷമത്തിൽ തന്നെയാണ്. അച്ഛൻ അവിടെ നിന്ന് അങ്ങനെ
അവിടെ നിന്ന് ആ കെടുപ്പ് മാറണമെങ്കിൽ അച്ഛൻ വന്നാൽ മാത്രമേ മാറുള്ളൂ ഗൈസ്. വെരി സോറി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. ടാറ്റാ ബൈ, സീ യു. താങ്ക് യു.